بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള ഡോക്ടർ ഷാഹ് ഉസ്താദ് അവരുടെ, ബഹുമാനരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അവരുടെ, ബഹുമാനപ്പെട്ട ഹാജി മസ്ഊദ് സാഹിബ് അവരുടെ, ഇതിൻ്റെ എല്ലാം ആയ ഷാഹിദ് സാഹിബ് അവരുടെ, മറ്റു നേതാക്കൾ, സഹോദരന്മാരെ, ഇതുപോലുള്ള സമൂഹ വിവാഹം ജമാഅത്തുകളും അതുപോലെ സേവന സംഘങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ സാമ്പത്തികമായ നട്ടെല്ല് തകർക്കുന്ന കാരണമായി തീരുന്ന വിവാഹദൂത്തുകൾക്കും അതേപ്രകാരം സ്ത്രീധനം, വരദക്ഷിണക്കും ചെറിയ ഒരു പരിഹാരമായിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എത്രയോ കുടുംബങ്ങൾ ഇന്ന് സമൂഹത്തിലുള്ള ഈ വ്യവസ്ഥ കാരണം വിവാഹം നടത്തിക്കൊടുക്കാൻ കഴിയാതെ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ചെറിയ ആശ്വാസം ഇതുപോലുള്ള പ്രോഗ്രാമുകളെ കൊണ്ട്, അതേപോലെ തന്നെ വരദക്ഷിണയുടെ ചിന്തയുടെ കാര്യത്തിലും സമൂഹത്തിൽ നടക്കുന്ന വിവാഹ ദൂരത്തിന്റെ കാര്യത്തിലും ചെറിയതായ ഒരു ഫലം ഇത് ചെയ്യുന്നുണ്ട്. ഇന്ന് വരദക്ഷിണയും അതേപ്രകാരം വിവാഹ ദൂർത്തും അത് ഇല്ലായ്മ ചെയ്യാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ച് കിട്ടാൻ ലഭിക്കാത്ത ഒരവസ്ഥയാണെന്നുള്ളത് ആർക്ക് പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. കാരണം വിവാഹത്തിന് വലിയ ഒരു കാര്യമായിട്ട് കരുതുന്നത് കൊണ്ടാണ്. അതായത് ഓരോരുത്തരും എന്റെ കുടുംബത്തിലെ വിവാഹം അതൊരു ചരിത്ര സംഭവമാകണമെന്നുള്ള ഒരു വിചാരം. എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ ഏറ്റവും വലിയ വിവാഹം കല്യാണം ആയിരിക്കണം എന്നുള്ള മോഹം. യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം വളരെ എളുപ്പത്തിലൂടെ നടക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഇത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതായത് വരനും വധുവിന്റെ പിതാവോ വലിയും രണ്ട് സാക്ഷികളുടെ മുമ്പിൽ വെച്ചിട്ട്, ഇതാ ഞാൻ വിവാഹം ചെയ്തു തന്നു, മറ്റേ ആളത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അത് വളരെ ലളിതമായിട്ടിരിക്കണം എന്നുള്ളതും അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ചെറിയ രൂപത്തിലുള്ള വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. നോക്കുക, ചരിത്രത്തിൽ എത്ര ലളിതമായ രൂപത്തിലായിരുന്നു നബിയും സഹാബാക്കളും വിവാഹം ചെയ്തിരുന്നത് എന്ന് ഈ ഉദാഹരണത്തിന് മനസ്സിലാക്കാം. ഒരിക്കൽ തന്റെ ഹിജ്റയിലെ സഹോദരനോട് ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആരോട്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞു, യാ അഖി, എന്റെ സഹോദര, ആ കാണുന്ന പരയിൽ വിവാഹം ആവശ്യമായ ഒരു സ്ത്രീയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് എനിക്ക് വേണ്ടി അവിടെ വിവാഹാലോചന നടത്തണം. നിങ്ങൾ ആ വീട്ടിൽ പോയി എനിക്ക് വേണ്ടി ഖുത്ബത്ത് നടത്തണം, വിവാഹാലോചന നടത്തണം എന്ന് പറഞ്ഞപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പോയി. ഇവിടെ വഴിയില്ല. ആര്? ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കാത്തിട്ട് വിവരമായിട്ട് വരും എന്ന് പറഞ്ഞിട്ട്.
വരാൻ കുറേ താമസിച്ചു. മൂപ്പര് പോയിട്ട് വരാൻ താമസിച്ചു. അങ്ങനെ കുറേ ഒരു 2-3 മണി അസറാകാൻ അടുത്ത ടൈമിനാവുമ്പോൾ മൂപ്പർ ഇങ്ങോട്ട് തിരിച്ചു വന്നു. എന്തായി കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു നിനക്കാണെങ്കിൽ ഞങ്ങൾ വിവാഹം ചെയ്തു തരാം എന്ന് പറഞ്ഞു എന്നോട്. വിവാഹം നിക്കാഹ് നിങ്ങൾക്കാണെങ്കിൽ ചെയ്തു തരാം, അദ്ദേഹത്തിനെ ഞങ്ങൾ അർഹനായിട്ട് കാണുന്നത് നിങ്ങളെയാണ്. അങ്ങനെ ഞാൻ വിവാഹം കഴിച്ചു, വീട്ടിലൊക്കെ കൂടി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇത്രയും എളുപ്പത്തിലാണ് ദീനുൽ ഇസ്ലാമിലെ വിവാഹം. അതിനെയാണ് നമ്മളാകെ എപ്പോഴും ഭയങ്കരമായ ഒരു പ്രശ്നമെന്ന പോലെ ആക്കി തീർത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോരുത്തരും കരുതേണ്ടതാണ്, എന്താണ് എൻ്റെ വിവാഹം അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം കഴിയുന്നത്ര ലളിതമാക്കും എന്നുള്ളത് എല്ലാവരും മനസ്സിൽ കരുതണം. അത് ഇന്ന് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ്, വലിയ ഹിദ്മത്താണ്. പക്ഷെ അങ്ങനെ വിചാരിച്ചാലും കഴിയില്ല. ഉദാഹരണത്തിന് എത്ര എളുപ്പത്തിലാക്കി തീർക്കണമെന്ന് ഞാൻ എൻ്റെ മകളുടെ വിവാഹത്തെ പറ്റി കരുതി. അങ്ങനെ തന്നെയാണ് വിചാരിച്ചു. പക്ഷെ സമൂഹം വിടൂല, കുടുംബവും വിടൂല. അതിനെങ്ങനെയെങ്കിലും ആക്കിയിട്ട് അതായത് അവസാനം പേറാൻ കഴിയാത്ത ഒരു ഭാരമാക്കി തീർക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിൽ എങ്ങനെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. പക്ഷെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളാൽ കഴിയുന്ന എല്ലാ രൂപത്തിലുള്ള ശ്രമവും നമ്മൾ നടത്തണം. ആ മേഖലയിൽ ഇതുപോലുള്ള സമൂഹ വിവാഹങ്ങൾ നടത്തുന്നത് ഒരു ചെറിയ ചികിത്സയാണ്. പക്ഷെ ഇത് ശാശ്വതമായ പരിഹാരമൊന്നുമല്ല. ഏതായാലും ഇതുപോലെ അറന്തോട് ജമാഅത്ത്, ഇതുപോലെ സലാത്തിന്റെ കമ്മിറ്റി, ഇതൊക്കെ ഇതുപോലെ ഇത്രയും മഹത്തായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നത്, അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവൂല. ഇനിയും കൂടുതലായിട്ട് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് പാവപ്പെട്ടവരുടെ വിവാഹം നടത്തിക്കൊടുക്കാനുള്ള തൗഫീഖ് നമുക്കും അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാം മരിക്കുന്നത് വരേക്കും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലും ദഅവത്തിലും നിലനിർത്തുമാറാകട്ടെ. അതിനുള്ള ശേഷിയും ക്ഷേമശയും തൗഫീഖും നൽകുമാറാകട്ടെ. എല്ലാ ഖൈറും ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിൽ ചൊരിച്ചു തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗമുള്ളവരുടെ രോഗം അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. എല്ലാ ഫിത്ന ഫസാദുകളും രോഗങ്ങളും ഈ നാട്ടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.